അപ്പോൾ ഗൈസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ സ്റ്റാർട്ടായിരിക്കണു. 4-നാണ് സ്റ്റാർട്ടായത്. പക്ഷെ ഞാൻ ഇന്നലെയാണ് ഇത് അറിഞ്ഞത്. അതായത് 7-നാണ് ഞാൻ അറിഞ്ഞത് അതങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ CAP ID അതൊക്കെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിൽ ഫോട്ടോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് 60 KB പിക്ചർ അതിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ എൻ്റെത് 60 ആയിരുന്നില്ല, അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു KB. സോ ഞാൻ ഒരു റീസൈസ് പിക്സലിൽ അന്നൊരു സൈറ്റിൽ പോയിട്ട് അത് ഞാൻ നല്ല രീതിയിൽ 60 ആക്കി. അത് കഴിഞ്ഞിട്ട് JPG ഫോർമാറ്റിലാക്കാൻ പറഞ്ഞു, അതും ആക്കി. എന്നിട്ടും എനിക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രൈ അഗെയിൻ കാണിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ChatGPT ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇറർ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ ഈ ഇഷ്യൂക്കെ പറയണത് 60 KB വേണ്ടടുത്ത് ചിലപ്പോൾ 200 KB വന്നിട്ടുണ്ടാവും, അതായിരിക്കും ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ല എൻ്റെ ഇഷ്യൂ. ലാസ്റ്റ് അവരൊരു പോയിന്റിൽ പറഞ്ഞു നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും മുമ്പ് അക്ഷയയിൽ പോയിട്ട് റെഡിയാക്കേണ്ടി വരും. ഞാൻ അക്ഷയയിൽ പോകാനുള്ള മടി കൊണ്ടാണ് ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ തന്നെ സ്വയം ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ. കാരണം +2ൻ്റെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടും അതേപോലെ ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടും ഭയങ്കര ബിസി ആയിരിക്കും അക്ഷയ. അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മടിച്ചിട്ടാണ് ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഫോട്ടോൻ്റെ പ്രശ്നം വരുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഗൈസ്. അപ്പം നാളെ എന്തായാലും അക്ഷയയിൽ പോയിട്ട് റെഡിയാക്കണം. അപ്പോൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ PGക്ക് എന്താ പറയുക MCOM ഫിനാൻസ് ആണ് എടുക്കാൻ വിചാരിക്കണത്. സോ എനിക്കിപ്പോൾ തന്നെ ജോലി ചെയ്യാൻ വയ്യ ഗൈസ്. എനിക്ക് പഠിച്ചാൽ മതി എന്ന് തോന്നുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.